everyone. VICTERS in the +1 Zoology ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണ് എന്ന് നോക്കാനാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററായ ദ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്റർ ആയിരുന്നു ആ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ വാട്ട് ഈസ് ലിവിങ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ സംസാരിച്ച കാര്യങ്ങൾ മുഴുവൻ ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. വാട്ട് ഈസ് ലിവിങ്? ലിവിങ് ക്രീച്ചേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആവശ്യമുള്ളത്? അങ്ങനെ നമ്മൾ 5 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്നാമത്തെ ഗ്രോത്ത്, പിന്നെ റിപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ, കോൺഷ്യസ്നെസ്. ഇങ്ങനെ 5 കാര്യങ്ങളാണ് പഠിച്ചത്. പിന്നീട് ഈ 5 കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കി. അപ്പോൾ അതുപോലെ തന്നെ നമുക്കും ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയായിരുന്നു ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചതെന്ന്. ആദ്യത്തെ ഗ്രോത്തിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും യൂണിസെല്ലുലാർ ഓർഗാനിസംസും. അപ്പോൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോവാണ്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ സെൽസ് ഡിവൈഡ് ആവുമ്പോൾ സെൽസിൻ്റെ നമ്പർ സ്വാഭാവികമായും ഇൻക്രീസ് ആവുകയാണ്. ആ ഒരു ഇൻക്രീസ് ബോഡിയിലെ മാസും ഇൻക്രീസ് ചെയ്യുന്നു. മാസ് ഇൻക്രീസ് ആകുമ്പോഴാണ് ഗ്രോത്ത് എന്ന് പറഞ്ഞ ഫാക്ടർ ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ ഉണ്ടാകുന്നത്. സെൽസ് ഡിവൈഡ് ആവുന്നു, അതിൻ്റെ നമ്പർ കൂടുമ്പോൾ മാസും കൂടുന്നു. ഇതാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കാര്യത്തിൽ ഗ്രോത്ത്. അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഹ്യൂമൻ ബീയിങ് തന്നെ ആദ്യം ഒരു സിംഗിൾ സെൽ സൈഗോട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ സൈഗോട്ട് പിന്നെ ഡിവൈഡായി എംബ്രിയോ ആവുന്നു, ഫൈനലി ഫീറ്റസ് ആവുന്നു. പിന്നെ ജനനത്തിന് ശേഷം ഒരു സർട്ടൻ ഏജ് വരെ നമ്മൾ ഗ്രോ ചെയ്യുന്നു അല്ലെങ്കിൽ വളരുന്നു. ആ ഒരു സർട്ടൻ ഏജ് വരെയാണ് ഡിവിഷൻ ഓഫ് സെൽസ് നമ്മളെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ ഏജിന് ശേഷവും പുതിയ സെൽസ് ഡിവൈഡായിട്ട് ഫോം ആവുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പഴയ ലോസ്റ്റ് ഓർ ഡെഡ് സെൽസ് അതിനെ റീപ്ലേസ് ചെയ്യാനാണ് ഈ പുതിയ സെൽസ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഗ്രോത്തിൻ്റെ ഫാക്ടർ ഇല്ല. ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ പുതിയ സെൽസ് ഫോം ആവുന്നത് നമ്മുടെ ഡെഡ് സെൽസിനെ റീപ്ലേസ് ചെയ്യാനാണ്. അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ ആനിമൽസ് മാത്രമല്ല പ്ലാന്റ്സും ഉണ്ട്. പ്ലാന്റ്സിൽ നമുക്ക് വേറൊരു ക്യാരക്ടറാണ് കാണാൻ കഴിയുന്നത്. പ്ലാന്റ്സിന് ജീവിതകാലം മുഴുവൻ ത്രൂ ഔട്ട് ദെയർ ലൈഫ് ടൈം വളരാൻ സാധിക്കും. ഈ സെൽ ഡിവിഷൻ കാരണം അവരുടെ ഗ്രോത്ത് സംഭവിക്കുന്നു. ഇത് ജീവിതകാലം മുഴുവൻ തുടരും, അതൊരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കാര്യത്തിൽ ഗ്രോത്ത് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലേക്ക് കടക്കുകയാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസം നമുക്കറിയാം ഒരൊറ്റ സെല്ലാണ്. അപ്പോൾ ഒരു പോയിന്റിന് ശേഷം അവർ വലുതാവില്ല അല്ലെങ്കിൽ വളരില്ല. പക്ഷെ എന്നാലും അവിടെ സെൽ ഡിവിഷൻ സംഭവിക്കുന്നുണ്ട്. ഈ സെൽ ഡിവൈഡ് ആവുന്നത് പുതിയ ഒരു പ്രൊജനി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ബർത്ത് നൽകുന്നത് പോലെയാണ്. പുതിയൊരു ഓർഗാനിസമാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ ഗ്രോത്ത് എന്താണ്? പുതിയ ഇൻഡിവിജ്വലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാണ് യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗ്രോത്തിനെ ബേസ് ചെയ്തിട്ട് 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിച്ചത്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ ഇൻക്രീസ് ഓഫ് മാസ് ആണ് വരുന്നതെങ്കിൽ സിംഗിൾ സെല്ലുലാർ ഓർഗാനിസത്തിൽ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ആണ് കൂടുന്നത്. അപ്പോൾ നമ്മളിനി ചോദിക്കേണ്ട വേറൊരു ചോദ്യം, ലിവിങ് ഓർഗാനിസംസ് മാത്രമാണോ വളരുന്നത്, ഗ്രോ ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ നോ എന്നാണ്. നോൺ ലിവിങ് തിങ്സും വളരുന്നത് നമ്മൾ നമ്മുടെ ചുറ്റുപാടിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അത് എങ്ങനെയാണെന്ന്. മലകൾ അല്ലെങ്കിൽ സാൻഡ് ഡ്യൂൺസ്, ഈ മണ്ണിൻ്റെ ഓരോ കൂമ്പാരങ്ങൾ, എപ്പോഴും ചില ഡെപ്പോസിറ്റുകൾ ഇതിൻ്റെ മേലെ വന്ന് അടിഞ്ഞുകൂടി ഇവർക്കും ഹൈറ്റ് കൂടുന്നതായിട്ടും അതുപോലെ തന്നെ വിട്ട് കൂടുന്നതായിട്ടും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ സമയത്തും അത് ഗ്രോത്ത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഹൈറ്റും വിട്ടും കൂടുക എന്ന് പറഞ്ഞാൽ അത് ഗ്രോത്താണ്. ഇപ്പോൾ നോൺ ലിവിങ് തിങ്സിലും ഇങ്ങനെ ഡെപ്പോസിഷൻസ് വന്ന് അടിഞ്ഞു കൂടുമ്പോൾ അവരുടെ ഹൈറ്റും വിട്ടും ഇൻക്രീസ് ആവും. അവിടെ ഒരു ഡിഫറൻസ് ഉള്ളത് എക്സ്റ്റേണൽ ആയിട്ടാണ് അവർ ഗ്രോ ചെയ്യുന്നത്. പക്ഷേ ലിവിങ് ഓർഗാനിസങ്ങൾ അവരുടെ ഇൻറ്റേർണൽ സെൽസ് ഡിവൈഡ് ആവുമ്പോഴാണ് ഗ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ വളരുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ എന്നാലും ഗ്രോത്തിനെ നമുക്ക് ലിവിങ് തിങ്സിന് ഒരു പെർഫെക്റ്റ് ഡെഫിനിഷൻ ആയിട്ട് വെക്കാൻ കഴിയില്ല. ലിവിങ് തിങ്സ് ഗ്രോ,
അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡെഫിനിഷൻ ലിവിങ് തിങ്സിന് കൊടുക്കാൻ സാധിക്കില്ല. കാരണം നോൺ ലിവിങ് തിങ്സും ഗ്രോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വളരുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്, അതായത് റിപ്രൊഡക്ഷൻ. റിപ്രൊഡക്ഷൻ എന്താണ് എന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. നമ്മുടെ സിമിലർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് റിപ്രൊഡക്ഷൻ്റെ അർത്ഥം. നമ്മളോട് വളരെയധികം സാമ്യതയുള്ള ഇൻഡിവിജ്വൽസിനെ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് റിപ്രൊഡക്ഷൻ. ഓർഗാനിസം മെയിൻലി 2 ടൈപ്പ് റിപ്രൊഡക്ഷനാണ് നമുക്ക് ഓർഗാനിസത്തിൽ കാണാൻ സാധിക്കുക, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇപ്പോൾ നമ്മൾ രണ്ടും ക്ലിയർലി ഡിസ്കസ് ചെയ്യുന്നതാണ്. ആദ്യത്തെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സിംഗിൾ പേരൻ്റ് ആണ്, ഒരൊറ്റ പേരൻ്റ് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉള്ളൂ. രണ്ടാമത്തത് മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും നമ്മൾ ഫ്യൂഷൻ നടക്കുന്നില്ല, അതായത് ഫെർട്ടിലൈസേഷൻ ഇല്ല. മൂന്നാമത്തെ കാര്യം, ഉണ്ടാവുന്ന പിന്നീടുള്ള ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പ്രൊജനികൾ പേരൻറ്റിനോട് വളരെയധികം സാമ്യമുള്ളവരെ ആയിരിക്കും, അതായത് വളരെ സെയിം ആയിരിക്കും വരുന്ന ഇൻഡിവിജ്വൽസ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ. അവർക്ക് അധികം ഡിഫറൻസസ് ഉണ്ടാവില്ല. അപ്പോൾ ഓരോ 3 ടൈപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ബഡ്ഡിങ്. ബഡ്ഡിങ് എന്ന് പറയുന്നത് ഒരു പേരൻറ്റ് ഓർഗാനിസത്തിൽ നിന്ന് ഒരു ചെറിയൊരു ഔട്ട് ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ബഡ് വളർന്നു വരികയാണ്. അത് അധികം ഡെവലപ്പ് ആവുന്നതിന് മുമ്പ് തന്നെ പേരൻറ്റ് ബോഡിയിൽ നിന്നും ഡിറ്റാച്ച് ആവും, അതായത് വേർപ്പെടും. പിന്നീട് അതൊരു സിംഗിൾ പുതിയ ഇൻഡിവിജ്വലായിട്ട് ഡെവലപ്പ് ആവും. അതിനെയാണ് നമ്മൾ ബഡ്ഡിങ് എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. പേരൻറ്റ് ഓർഗാനിസത്തിൽ നിന്നൊരു ചെറിയ ഔട്ട് ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ബഡ് ഫോം ചെയ്യുന്നു. ഫുള്ളി ഡെവലപ്പ് ആവുന്നതിന് മുമ്പ് തന്നെ ഈ ബഡ് പേരൻറ്റ് ബോഡിയിൽ നിന്നും ഡിറ്റാച്ചായി മാറുന്നു. അവിടെ വെച്ചിട്ടാണ് ഫുൾ ഗ്രോത്ത് അല്ലെങ്കിൽ ഫുൾ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഇത് നമുക്ക് കാണാൻ കഴിയുന്നത് ഹൈഡ്ര, ഈസ്റ്റ് പോലുള്ള ഓർഗാനിസങ്ങളിൽ ആണ്. അടുത്തതായിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ റീജനറേഷൻ. ഇത് നമുക്ക് യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളിൽ മാത്രമേ കാണാൻ സാധിക്കൂ. ദ ബോഡി ഓഫ് ഓർഗാനിസം സ്പ്ലിറ്റ് ഇൻ ടു സം ഫ്രാഗ്മെൻറ്റ്സ്, അതായത് ചില പീസുകളായിട്ട് ഈ ഒരു ഓർഗാനിസം മുറിഞ്ഞു മാറുകയാണ്. ഒരു 3-4 പീസായിട്ട് ഇത് മുറിയും അല്ലെങ്കിൽ കട്ടാവും. ഇത് കട്ടായതിനു ശേഷം പുതിയ ഒരു ഇൻഡിവിജ്വലായിട്ട് ഓരോ പീസും വളർന്നു വരുന്നു. അതാണ് ഫ്രാഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ റീജനറേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു അസെക്ഷൽ റിപ്രൊഡക്ടറി മെത്തേഡ്. ഇതിന് എക്സാമ്പിൾസ് പ്ലനേരിയ ഒരു ഫ്ലാറ്റ് വോമാണ്, സ്പൈറോഗേറ. ഇതൊക്കെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ സംഭവിക്കുന്ന റിപ്രൊഡക്ടറി മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്ന ചില ഓർഗാനിസംസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 3rd ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ, സ്പോർ ഫോർമേഷൻ. നമ്മളെല്ലാം ഈ ഒരു ടൈപ്പ് ഓഫ് റിപ്രൊഡക്ഷൻ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ വീട്ടിൽ മേടിക്കുന്ന ബ്രെഡിൽ കുറച്ച് കാലം അത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ മോയ്സ്ചർ അറ്റാക്ക് ചെയ്തിട്ട് അതേമേ ഒരു ഗ്രേ സബ്സ്റ്റൻസ് ലാൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനെ ബ്രെഡ് മൗൾഡ് എന്നാണ് വിളിക്കുന്നത്. അതൊരു ഫംഗസ് ആണ്. അതിൻ്റെ റിപ്രൊഡക്ഷൻ്റെ ശൈലിയാണ് സ്പോർ ഫോർമേഷൻ. അതിൽ പോളൻ ഗ്രെയിൻസ് പോലുള്ള ചില ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും. ഇത് ഓരോ മോയ്സ്ചറുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു, ലൈക്ക് വിത്ത് വിൻഡ്. അല്ലെങ്കിൽ ഈ പോളിനേറ്റേഴ്സ് പോലെയുള്ള ഇൻസെക്ട്സ് ഇതൊക്കെ സ്പോർസിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് മോയ്സ്ചറുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചാൽ അത് അവിടെ പിന്നെ ഡെവലപ്പ് ആയിക്കോളും. പുതിയ ഇൻഡിവിജ്വലായിട്ട് അവിടെ ആയിരിക്കും അത് ഡെവലപ്പ് ആവുന്നത്. ഇതിനെയാണ് നമ്മൾ സ്പോർ ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മെത്തേഡ്സ്. ഇനി നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് കടക്കുകയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 2 പേരൻസ് ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ, ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ് അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫ്സ്പ്രിങ്, അതായത് പുതിയ ഇൻഡിവിജ്വൽ പേരൻസ് ആയിട്ട് സാമ്യം ഉണ്ടാവണമെന്നില്ല, വളരെയധികം ഡിഫറെൻ്റ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ 2 ഡിഫറെൻറ്റ് ഗാമീറ്റ്സ് ആണ് ഫ്യൂസ് ആവുന്നത്, 2 ഡിഫറെൻറ്റ് ക്രോമസോംസ് ആണ്. അതുകൊണ്ടാണ് ഓഫ്സ്പ്രിങ്ങിൽ ഡിഫറൻസസ് വരുന്നത്. ഇനി നമ്മൾ ചോദിക്കുന്ന ചോദ്യം ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ച പോലെ തന്നെ എല്ലാ ഓർഗാനിസംസും റിപ്രൊഡ്യൂസ് ചെയ്യുമോ, അതോ നോൺ ലിവിങ് തിങ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞു നോൺ ലിവിങ് തിങ്സും ഗ്രോ ചെയ്യുന്നു എന്ന്. അതുപോലെ ഓർഗാനിസംസ് എല്ലാം റിപ്രൊഡ്യൂസ് ചെയ്യുമോ എന്ന് നമുക്കറിയണം. എന്നാലേ
ഇത് കറക്റ്റായിട്ട് ലിവിങ് തിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്ന ആൻസർ എല്ലാ ഓർഗാനിസംസും റിപ്രൊഡ്യൂസ് ചെയ്യില്ല. ചില ആനിമൽസ് ലൈക്ക് മ്യൂൾ, ഹിനി, അതുപോലെ തന്നെ ക്വീൻ ബി, രാജ്ഞിയുള്ള ഒരു ഹൈവിൻ്റെ വർക്കർ ബി സ്റ്റെറൈൽ ആയിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ തന്നെ കാണാം ഇൻഫെർട്ടൈൽ കപ്പിൾസ്. അപ്പോൾ ഇവരെല്ലാം റിപ്രൊഡ്യൂസ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ അവർ ലിവിങ് ഓർഗാനിസംസ് അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ റിപ്രൊഡക്ഷൻ ഒരു ഓൾ ഇൻക്ലൂസീവ് ഡിഫൈനിങ് ക്യാരക്ടർ അല്ല. എല്ലാ ലിവിങ് ഓർഗാനിസംസിനെയും നമുക്ക് റിപ്രൊഡക്ഷൻ ചെയ്യും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. റിപ്രൊഡ്യൂസ് ചെയ്യാത്ത ലിവിങ് ഓർഗാനിസംസും ഉണ്ട്. ഇനി നമ്മൾ നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്, മെറ്റബോളിസം. നമ്മുടെ ഓരോ സെല്ലിലും നടക്കുന്ന, നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ നടക്കുന്ന എല്ലാ ബയോകെമിക്കൽ റിയാക്ഷൻസും ഒരുമിച്ച് കൂടിയിട്ടാണ് മെറ്റബോളിസം എന്നൊരൊറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. മെറ്റബോളിസം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, കെറ്റബോളിസം ആൻഡ് അനബോളിസം. കെറ്റബോളിസം കോംപ്ലെക്സ് സബ്സ്റ്റൻസ്, നമ്മുടെ ഉള്ളിലുള്ള കോംപ്ലെക്സ് സബ്സ്റ്റൻസിനെ സിമ്പിൾ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സിമ്പിൾ മോളിക്യൂൾസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ്, ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. പക്ഷെ നേരെ മറിച്ച് അനബോളിസം നോക്കുകയാണെങ്കിൽ സിമ്പിൾ മോളിക്യൂൾസിനെ കമ്പൈൻ ചെയ്ത് കോംപ്ലെക്സ് മെറ്റീരിയൽ, കോംപ്ലെക്സ് സബ്സ്റ്റൻസ് ഉണ്ടാക്കുകയാണ് അനബോളിസം എന്ന പ്രോസസ്സിലൂടെ. അപ്പോൾ കോൺട്രഡിക്ടറി ആണ്. ഒന്ന് ബ്രേക്ക് ഡൗൺ, കോംപ്ലെക്സ് സബ്സ്റ്റൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ, മറ്റൊന്ന് സിമ്പിൾ മോളിക്യൂൾസിനെ കമ്പൈൻ ചെയ്ത് കോംപ്ലെക്സ് സബ്സ്റ്റൻസസ് ഉണ്ടാക്കുകയാണ്. കെറ്റബോളിസം എന്ന പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ലോട്ട് ഓഫ് എനർജി വളരെയധികം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. പക്ഷെ അനബോളിസത്തിൽ എനർജി യൂസ് ആവുകയാണ് ചെയ്യുന്നത്. കുറേ എനർജി അത് യൂസ് ചെയ്യുന്നു. അനബോളിസം എന്ന പ്രോസസ്സ് നടക്കാൻ വേണ്ടി എനർജി കുറേ അധികം യൂസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ 2 ടോപ്പിക്കിൽ ചോദിച്ച പോലെ തന്നെ എല്ലാ ഓർഗാനിസത്തിലും മെറ്റബോളിസം നടക്കുന്നുണ്ടോ? ഇവിടെ ഇറ്റ്സ് യെസ്. മെറ്റബോളിസം നടന്നില്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഒരു ജീവിക്ക് ഒരിക്കലും ലൈഫ് നിലനിൽക്കാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മെറ്റബോളിസം ജീവനെ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മെറ്റബോളിസം. കാരണം മെറ്റബോളിസം ഇല്ലെങ്കിൽ നമ്മൾ മരണപ്പെടും എന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു ടോപ്പിക്കാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ. മെറ്റബോളിസത്തിനോട് വളരെയധികം കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ. സെല്ലുലാർ ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുകയുള്ളൂ. നമുക്കറിയാം നമ്മുടെ ഒരു സെല്ലിനകത്ത് എത്ര സെൽ ഓർഗനലൈസ് ആണുള്ളതെന്ന്. ഫോർ എക്സാമ്പിൾ മൈറ്റോകോൺട്രിയ, ഗോൾജി ബോഡീസ്, ഇതുപോലെ പല ഓർഗനലൈസും ഉണ്ട്. അപ്പോൾ ഓരോ ഓർഗനലൈസിൻ്റെ ഉള്ളിലും ഒരു ഓർഗനൈസ്ഡ് രീതിയിൽ കെമിക്കൽ റിയാക്ഷൻസ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊരിക്കലും നിൽക്കുന്നില്ല. ഫുൾ ടൈം കെമിക്കൽ റിയാക്ഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെയാണ്, ഈ ഓർഗനൈസ്ഡ് മാനറിനെയാണ് നമ്മൾ സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഈ കെമിക്കൽ റിയാക്ഷൻ ഇങ്ങനെ ഓർഗനൈസ്ഡ് രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനെയാണ് നമ്മൾ സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. സെല്ലുലാർ ഓർഗനൈസേഷന് വേരിയസ് ലെവൽസ് ഉണ്ട്. സെൽസ് ഉണ്ട് സെല്ലിൻ്റെ ഉള്ളിലായിട്ട്, പിന്നെ ടിഷ്യൂസ്, സെല്ലുകളുടെ പ്രവർത്തനം, പിന്നീട് ഓർഗൻ സിസ്റ്റം, പിന്നീട് ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ജീവി. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് വേരിയസ് ലെവലിലേക്ക് സെല്ലുലാർ ഓർഗനൈസേഷനെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? നേരത്തെ ചോദിച്ച പോലെ എല്ലാ ഓർഗാനിസത്തിലും സെല്ലുലാർ ഓർഗനൈസേഷൻ ഉണ്ടോ? ഉണ്ട്. കാരണം മെറ്റബോളിക് ആക്ടിവിറ്റീസ് നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സെല്ലുലാർ ഓർഗനൈസേഷനും നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇനി നമ്മൾ 5ാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ്, കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ് എന്താണ്? നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയുക, നമ്മൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ആനിമൽസിലും പ്ലാന്റ്സിലും കോൺഷ്യസ്നെസ് നമുക്ക് കാണാൻ കഴിയും. പ്ലാന്റ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സൂര്യപ്രകാശമുള്ളിടത്തേക്ക് ഈ പ്ലാന്റ് ചെരിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റൂട്ട്സ് വെള്ളം എവിടെയാണുള്ളത് അങ്ങോട്ട് നീങ്ങുന്നതെന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് ആനിമൽസും.
ഒരു ചൂട് പാത്രത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ തീൻ്റെ അവിടെ നമ്മളുടെ കൈ കൊണ്ട് വെച്ചാൽ നമ്മൾ എന്തായാലും അത് തിരിച്ചു വലിക്കും. കാരണം നമ്മളത് കോൺഷ്യസ് ആണ്. അത് നമ്മളവിടെ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളും എന്ന് നമുക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് ഏതൊരു ഓർഗാനിസും. പക്ഷേ ഹ്യൂമൻ ബീയിങ്ങിൽ നമുക്ക് കോൺഷ്യസ്നെസ്സിന് മോർ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഒരു സിറ്റുവേഷൻ എന്താണോ അതനുസരിച്ചായിരിക്കും പെരുമാറുന്നത്. എപ്പോഴും എന്താ പറയുക, ചിരിച്ചിരിക്കേണ്ട സ്ഥലമാണെങ്കിൽ അവിടെ ചിരിച്ചിരിക്കും, കരയേണ്ട സ്ഥലമാണെങ്കിൽ അവിടെ കരയും. അത് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ്. ഹ്യൂമൻ ബീയിങ്സിലാണ് ഏറ്റവും അധികം കോൺഷ്യസ്നെസ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ആർ ഓൾ ഓർഗാനിസം കോൺഷ്യസ്? അല്ല, എല്ലാ ഓർഗാനിസത്തിനും ചിലപ്പോൾ കോൺഷ്യസ്നെസ് ഉണ്ടാവണമെന്നില്ല. അതിന് നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൽ തന്നെ കോൺഷ്യസ് അല്ലാത്ത ആൾക്കാരുണ്ട്. അതിന് എക്സാമ്പിളാണ് കോമയിൽ അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ചില സിറ്റുവേഷനുകൾ. ആ സമയത്ത് നമ്മുടെ സ്റ്റിമുലിയിൽ നമുക്ക് മെസ്സേജ് വരുന്നുണ്ടാവും, പക്ഷെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ എന്താണ്? കോൺഷ്യസ്നെസ് ഇല്ലായ്മയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നോ, ഓൾ ഓർഗാനിസംസ് ആർ നോട്ട് കോൺഷ്യസ്. കോൺഷ്യസ്നെസ്സിനെയും ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്വീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമുക്ക് അസൈൻമെൻ്റ് ആണ് കിട്ടിയത്. ഒരു ചെറിയൊരു ടഫാണ്, എന്നാലും അത്രയ്ക്ക് തന്നെ ഈസിയോ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഐഡൻറ്റിഫൈ അറ്റ്ലീസ്റ്റ് 100 ലിവിങ് ഓർഗാനിസംസ് ഫ്രം യുവർ സറൗണ്ടിങ്സ്. നിങ്ങളുടെ ചുറ്റുപാടുള്ള 100 ജീവജാലങ്ങളെ തിരിച്ചറിഞ്ഞ് എഴുതുക. അത് പ്ലാന്റ്സ് ആവാം, അല്ലെങ്കിൽ ആനിമൽസ് ആവാം, ചെടിയാവാം, അല്ലെങ്കിൽ മൃഗങ്ങളും ആവാം. അപ്പോൾ ഞാനിവിടെ കുറച്ചെണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ചുറ്റുപാട് നോക്കി നിങ്ങൾ 100 എണ്ണം ലിസ്റ്റ് ചെയ്യുക. ഞാനിവിടെ എഴുതിയിട്ടുള്ളത് മാംഗോ ട്രീ, തുളസി, സ്ക്വിറൽ, ഡോഗ്, കൗ, ജാക്ക് ഫ്രൂട്ട് ട്രീ, കോക്കനട്ട് ട്രീ, ഫിഷ്, ടച്ച് മീ നോട്ട് പ്ലാന്റ്. ടച്ച് മീ നോട്ട് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടാവാടിയാണ്. ബട്ടർഫ്ലൈ, ഇൻസെക്ട്സ്. അതുപോലെ നിങ്ങൾ 100 എണ്ണം എഴുതി പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത. ഇതാണ് അസൈൻമെൻറ്റ്. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും ഞങ്ങൾ നോട്ട്സ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.